ദീപക് ധർമ്മടം നമ്മൾക്കൊപ്പം ചേരുകയാണ്. UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് വൈകിട്ടാണ് നടക്കുന്നത്. KC വേണുഗോപാലാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. വിശദാംശങ്ങളുമായി ദീപക് ചേരുന്നു. ദീപക്, UDFനെ സംബന്ധിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥി പ്രചാരണത്തിൽ കുറച്ച് മുന്നിലാണ്. ആദ്യഘട്ടത്തിൽ ഒരു എന്താണ് EC വാക്ക് ഓവർ എന്നതിൽ നിന്ന് ഒരു കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് നിലമ്പൂർ മാറുന്നു എന്നതാണ് ഈ ദിവസങ്ങളിലെയൊക്കെ രാഷ്ട്രീയ കാലാവസ്ഥ വ്യക്തമാക്കുന്നത്. എന്താണ് UDFന്റെ ഒരു പൊതുവിലയിരുത്തൽ? എന്തൊക്കെ പ്രതികരണങ്ങൾ വരുന്നു ക്യാമ്പിൽ നിന്ന് ദീപക്? വിജയകുമാർ, UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ EC വാക്ക് ഓവർ എന്ന് തീരുമാനിച്ച ഒരു മണ്ഡലത്തിൽ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് പോകുന്നു ചിത്രം തെളിയുമ്പോൾ. അതായത് നമ്മൾ സമീപകാലത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ശക്തമായൊരു പോരാട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ഘട്ടത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് ഏറ്റവും നിർണായകമായ UDF യോഗം ഇന്ന് നിലമ്പൂരിൽ തന്നെ ചേരുകയാണ്. ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് നിലമ്പൂരിൽ യോഗം ചേരുന്നത്. മാത്രവുമല്ല, ഇന്ന് KC വേണുഗോപാൽ വന്ന് കൺവെൻഷനോടുകൂടി UDF ക്യാമ്പ് അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് ആവേശം മാറുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ UDF കൺവീനർ ചേരുകയാണ്. ഇന്നത്തെ UDF യോഗം ഒരു നിർണായകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അൻവർ ഇപ്പോഴും തലവേദനയാണ്. കാരണം ലീഗിൽ നിന്നും ചില ശ്രുതികൾ അൻവറിന് അനുകൂലമായി വരുന്നു. ലീഗിൽ ഞങ്ങൾക്ക് അൻവർ ഒരു തലവേദനയല്ല. അങ്ങനെ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ പ്രചരണം കൊടുക്കുകയും വേണ്ട. ഇവിടെ UDFും LDFും തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ UDF വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ വിജയിക്കുന്ന എങ്ങനെയെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഉണ്ടല്ലോ, ഞങ്ങൾ അതിൻ്റെയുള്ള പണിപ്പുരയിലാണ്. ഈ അൻവർ അടഞ്ഞ അധ്യായമാണെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് സമയമെടുത്താണ് പറഞ്ഞത്. ഒരു മാർജിനിട്ടായിരുന്നു ആദ്യം ഒക്കെ സംസാരിച്ചത്. പക്ഷെ അത് ശരിക്കും അടഞ്ഞ അധ്യായമാണോ UDF? ഒരു സംശയം വേണ്ട. അത് അടഞ്ഞ അധ്യായം തന്നെയാണ്. ഞാൻ പ്രതിപക്ഷ നേതാവ് പോലും തള്ളി പറഞ്ഞപ്പോഴും ഞാനൊരു അല്പസമയം കൊടുത്തു, ഒരു മാർജിൻ ഇട്ടിരുന്നു. പക്ഷേ അതിന് ഇനിയിപ്പോൾ ഒരു നിമിഷം പോലും അതിന് മാറ്റിവെക്കാനില്ല. ഇനിയിപ്പോൾ അദ്ദേഹം പിന്നെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കാനില്ല. അദ്ദേഹത്തിൻ്റെ വഴി, ഞങ്ങൾ ഞങ്ങളുടെ വഴി. അൻവർ UDFന്റെ വോട്ട് പിടിക്കില്ല എന്നാണോ UDF കൺവീനർ കണക്കൂട്ടുന്നത്? അപ്പോൾ അങ്ങനെ ആരുടെ വോട്ട് പിടിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങൾ LDFന്റെ വോട്ട് പിടിക്കത്തില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? ഞങ്ങൾ LDFന്റെ വോട്ട് പിടിക്കും, ഞങ്ങൾ BJPയുടെ വോട്ട് പിടിക്കും. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തന്ത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്ന് ആരിൽ നിന്നും എവിടെ നിന്ന് കിട്ടിയാലും ഞങ്ങൾ അത് വോട്ട് പിടിക്കും. അതാണ് ഞങ്ങളുടെ ഇലക്ഷൻ തന്ത്രം. ഇന്നത്തെ UDF യോഗം വളരെ നിർണായകമാണ് ഇലക്ഷൻ മുഖത്ത്. മാത്രമല്ല, അടൂർ പ്രകാശ് UDF കൺവീനർ ആയതിനു ശേഷം ചേരുന്ന ആദ്യത്തെ പൂർണ്ണ UDF യോഗമാണ്. അത് നിലമ്പൂരിൽ നടക്കുകയാണ്. അത് എന്തൊക്കെയാണ് അജണ്ടകൾ? അല്ല, ഞങ്ങൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സ്ഥലത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ UDF യോഗം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലാണ് കൂടാൻ തീരുമാനിച്ചിരുന്നത്. അത് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി കോഴിക്കോടാക്കാമെന്ന് വെച്ചു. അപ്പോഴേ എല്ലാ നേതാക്കന്മാരും പറഞ്ഞു, എന്തായാലും നമ്മൾ എല്ലാവരും നിലമ്പൂരിൽ വരികയാണ്, നിലമ്പൂരിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ വെച്ച് വെക്കുകയാണെങ്കിൽ കുറേ കൂടി സൗകര്യമുണ്ട്. നാളത്തെ ഒരു ദിവസം വെറുതെ മെനക്കെട്ട് പോകേണ്ട, മറ്റ് പ്രവർത്തനങ്ങൾ നടക്കും എന്ന് അറിയിച്ചതനുസരിച്ചാണ് ഇന്നത്തെ UDFന്റെ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള നേതാക്കന്മാരെ വിളിച്ച് ഇരുത്തി ഞങ്ങൾ കാര്യങ്ങൾ ആലോചിക്കും. തുടർന്ന് എന്തൊക്കെ വേണം, തുടർന്ന് നമ്മുടെ സ്ട്രാറ്റജി എന്താണ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. ഇന്നത്തെ UDF യോഗത്തിൽ അൻവർ ഒരു അജണ്ടയാകുമോ? ഒരു അജണ്ടയും അല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അത് ഈ പുകഞ്ഞ വള്ളി പുറത്ത് എന്ന് പറയുന്ന പോലെ അതൊക്കെ പോയതാണ്. ഇപ്പോൾ വിജയ സാധ്യതയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ ചിത്രം വ്യക്തമായി, സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് വ്യക്തമായി, അതുകൂടി പറഞ്ഞു തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ, UDF ജയിക്കാൻ പോകുന്നു. UDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. അതിൻ്റെ കൺവീനർ ഇത്ര കൂളായിട്ട് ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ജയിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം? ഒരു ടൈറ്റ് ഫൈറ്റും ഇല്ല. അങ്ങനെ ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഈ പ്രദേശത്തെ ഒട്ടുമിക്കാലും എല്ലാ പഞ്ചായത്തുകളിലും യാത്ര ചെയ്ത ഒരാളാണ്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ എന്തുമാത്രം, പാർട്ടി പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാത്രമല്ല, UDFന്റെ പാർട്ടി പ്രവർത്തകർ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ഈ കാര്യത്തെ എടുത്തിട്ടുണ്ടെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നും നേരിട്ട് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവരെ വിശ്വാസത്തിലെടുത്തിരിക്കുന്നു. ആ വിശ്വാസത്തിൽ അവരെ എടുത്തിരിക്കുമ്പോൾ അവർ തരുന്ന ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കൈമുതലായിട്ടുള്ളത്. സാമുദായിക സംഘടനകളിൽ നിന്നും എന്തെങ്കിലും ഉറപ്പ് അടൂർ പ്രകാശ് പുതിയ കൺവീനർക്ക് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങളതൊക്കെ ആലോചിക്കും, ഞങ്ങളതൊക്കെ ചിന്തിക്കും. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പറഞ്ഞാലേ. താങ്ക് യു വിജയകുമാർ. വളരെ കൃത്യമായി വിജയം
വളരെ ചിരിച്ചുകൊണ്ടാണ് വിജയസാധ്യത UDF കൺവീനർ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാമുദായിക സംഘടനകളുമായിട്ടുള്ള ചർച്ചകൾ പോലും നടക്കുന്നതിൻ്റെ സൂചനകൾ അദ്ദേഹം നൽകുകയാണ്. ഈ കാര്യം തുറന്നു പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഏതായാലും UDF ക്യാമ്പിൽ ഇന്നത്തോടെ വലിയ ആവേശം വന്നിരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി ഉഴുതുമറച്ച നിലമ്പൂരിൽ ഇന്ന് KC വേണുഗോപാൽ എത്തുന്നു. വലിയ രീതിയിൽ UDFിൻ്റെ പ്രചാരണം മുന്നോട്ട് പോകുന്നു. അൻവറിന് കൃത്യമായ മറുപടി VD സതീശൻ തുടങ്ങി വെച്ചു. അത് അടൂർ പ്രകാശ് ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ അൻവറിന് മറുപടി നൽകി ഈ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ UDFിൻ്റെ ലക്ഷ്യം. വിജയകുമാർ. യെസ്, ഇന്ന് UDFിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും അതിനുശേഷം UDF യോഗവും ചേരുന്നുണ്ട്. വിശദാംശങ്ങളാണ് ദീപക് ധർമ്മടം നൽകിയത്. അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നതാണ് അൻവറിന്റെ കാര്യത്തിലെ UDF സമീപനം. അതിൽ പുനർവിചിന്തനമില്ല എന്ന് കൺവീനർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ലീഗിന്റെ ഇടപെടലിൽ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നു എന്ന ഊഹാപോഹങ്ങളോ അഭ്യൂഹങ്ങളോ ഒക്കെ പ്രചരിക്കുമ്പോഴും അത് പൂർണ്ണമായും തള്ളുകയാണ് UDF കൺവീനർ എന്നതുകൂടി ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്.